ആത്മാവ് സ്വപ്നത്തിലൂടെയും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ദർശനത്തിലൂടെയും നമ്മുടെ കുറവുകളും നമ്മുടെ അബദ്ധങ്ങളും നമുക്ക് തന്നെ കാണിച്ചു തരും. ഈ ഏലിയൻസ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ദേവന്മാർ അല്ലെങ്കിൽ ദേവിമാർ എന്ന് നമുക്ക് പറയാം. ഇന്ന ഇംപ്രഷനിലുള്ള ഒരാളുടെ ലക്ഷണങ്ങൾ കംപ്ലീറ്റും ഇന്നതായിരിക്കും അന്നുണ്ടായിരുന്ന ഋഷിവര്യന്മാർക്ക് പറഞ്ഞു കൊടുക്കും. അപ്പോൾ അവരൊക്കെയാണ് നമ്മളെ 3 ഡയമെൻഷനുള്ള നമ്മളുടെ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യണമെന്നല്ല, നമ്മളെക്കാട്ടിലും മുകളിലത്തെ ഡയമെൻഷനുള്ള അവരാണ് പ്ലാൻ ചെയ്യണത്. അനുഭവം ഉണ്ടാക്കുന്നത് ഇതെല്ലാം ഈ അവരുടെ ഇൻഫർമേഷൻസ്, അവരുടെ സ്വാധീനത്താലും മനുഷ്യനിൽ ഇതൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നത്. താങ്കളൊരു 75 വയസ്സായി മരിച്ചുപോയി. മരിച്ചതിന് ശേഷം ഇതേ ഇംപ്രഷനിൽ വേറൊരാൾ ജനിക്കും. അയാൾ നാളെ സമയത്ത് ഈ അതേ ഇംപ്രഷൻ കൊണ്ട് നിർത്താൽ വരുമ്പം കഴിഞ്ഞ ജന്മത്തിൽ പഠിച്ച തെറ്റിൻ്റെയൊക്കെ ഫലമായിട്ടാണ് അടുത്ത ജന്മത്തിൽ വരുന്നത്. അപ്പം അതിൻ്റെ കർമ്മ ഇവിടെ ബാലൻസ് ചെയ്യാനുണ്ട്. മനസ്സിലായിക്കൊള്ളണം, ഈ സ്വഭാവം വെച്ച് കഴിഞ്ഞ ജന്മത്തിൽ ജനിച്ച് ഭരിച്ചത് കൊണ്ടാണ് ഇപ്പോഴേ ആ സ്വഭാവത്തിൽ ജനിച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ മര്യാദയ്ക്ക് ഈ ഇത് അനുസരിച്ച് നമ്മളുടെ ജീവിതവും ക്രമപ്പെടുത്തി അറിവ് സമ്പാദിച്ച് നമ്മൾ നേരായ മാർഗത്തിലേക്ക് മാറിയാൽ അതിനാണ് നമ്മുടെ ഉള്ളിലൂടെ നമ്മൾ ആത്മാവുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഓർമ്മയിൽ വന്നാലല്ലേ നമുക്കതിനെ ഡീകോഡ് ചെയ്തിട്ട് നമ്മുടെ തെറ്റ് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. നമസ്തേ, അമേസിംഗ് റേഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇത്തവണയും നമുക്ക് സിജോ ജാൻ സാറാണ് അതിഥിയായിട്ട് വന്നിരിക്കുന്നത്. നമസ്തേ സാർ. ഓക്കെ സാർ, ഈ ഏടെടുത്ത് ഫലം പറയുന്ന ക്ഷേത്രം തഞ്ചാവൂരിലെ ഒരു വൈദീശ്വര ക്ഷേത്രം. അപ്പോൾ അവിടെ നമ്മൾ ഈ ഏടെടുത്ത് കൃത്യമായിട്ട് ഫലം പറയാറുണ്ട്. ഒരുപാട് പേര്, എനിക്ക് തോന്നുന്നു നമ്മുടെ അലക്സാണ്ടർ ജേക്കബ് സാറൊക്കെ കൃത്യമായിട്ട് അതിൻ്റെ ഫലം കിട്ടിയ അനുഭവങ്ങൾ അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനൽ വഴിയൊക്കെ മറ്റ് യൂട്യൂബ് ചാനൽ വഴിയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ. സാറിന് അതിനെപ്പറ്റി എന്താണ് ഒരു അഭിപ്രായം, ഈ ഏടെടുക്കുക എന്നുള്ള സംഭവം? ഏട് എന്ന് വെച്ചാൽ നമ്മളെ തമ്പ് ഇംപ്രഷൻ വെച്ചിട്ടാണ് അവർ ഏട് എടുക്കണമെന്നാണ് എൻ്റെ അറിവ്. പക്ഷെ അതെങ്ങനെ സംഭവിക്കുന്നു വെച്ചാൽ, ഇന്ന ഇംപ്രഷനിലുള്ള ഒരാളുടെ ലക്ഷണങ്ങൾ കംപ്ലീറ്റും ഇന്നതായിരിക്കും എന്ന് ആദ്യകാലം മുതലേ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ചുറ്റും ഒരുപാട് ഏലിയൻസും ദേവന്മാരും ഒക്കെ ഉണ്ടല്ലോ. അവരിലൂടെ അന്നുണ്ടായിരുന്ന ഋഷിവര്യന്മാർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അവരൊക്കെയാണ് നമ്മൾ ഈ ഭൂമിയിൽ ആര് ജനിക്കണം, അടുത്ത എവിടെ ജനിക്കണം, ആരെ ഗർഭപാത്രത്തിൽ പോകണം, ഏത് ആത്മാവിനെ നരകം എന്ന് പറഞ്ഞ ഡയമെൻഷനിൽ എവിടെ കൊണ്ടുപോകണം, മറ്റേ സുഖം അനുഭവിക്കുന്ന ഡയമെൻഷനിൽ എവിടെ കൊണ്ടുപോകണം, ഈ ആത്മാക്കളുടെ ഇതെല്ലാം പ്ലാൻ ചെയ്യണമെന്നല്ല ഈ മറ്റേ അദൃശക്തികളാണ്. അവർക്കിത് കറക്റ്റ് ഇതിൻ്റെ കണക്കും കാര്യങ്ങൾ അറിയാം. അപ്പോൾ അവരാണ് ഇന്ന എല്ലാ മനുഷ്യർക്കും അവരുടെ ഇംപ്രഷൻസിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ ഇന്ന ഇംപ്രഷനുള്ള ആളുടെ ലക്ഷണങ്ങളും അവൻ്റെ മാതാപിതാക്കളുടെ പേരും കാര്യങ്ങളൊക്കെ ഏതാണ്ട് ഇങ്ങനെയാണ്, ഈ രീതിയിലാണെന്ന് ആൾറെഡി പറഞ്ഞു കൊടുത്തതാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങളിപ്പോൾ അവിടെ നിങ്ങൾ ഇംപ്രഷൻ കൊണ്ടുപോയാൽ ഈ തമ്പ് ഇംപ്രഷൻ ഉള്ള ആളിൻ്റെതാണ് എടുത്തുകൊണ്ട് പറഞ്ഞത്. ഇപ്പോൾ നിങ്ങളിപ്പോൾ എൻ്റെ മണ്ടയിൽ നിങ്ങൾ ഇംപ്രഷൻ മാറ്റിയിട്ട് ഒരു സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് വേറൊരു ഇംപ്രഷൻ കൊണ്ടുവന്ന് ഞെക്കി കഴിഞ്ഞാൽ നിങ്ങളത് കൊണ്ടുവരില്ല. ആ ഇംപ്രഷൻ്റെ ആ രേഖയുടെ ഏടാണ് എടുത്തുകൊണ്ട് പറഞ്ഞത്. അത് കറക്റ്റ് ആയിരിക്കും. ഇത് ഈ ഭൂമിയിൽ ഒരു സമയത്ത് ഒരാളുടെ കാണുള്ളൂ. ഈ കോടാനുകോടി മനുഷ്യരുണ്ട്, കോടാനുകോടി ഉണ്ട് എല്ലാവരുടെയും. അവർ ആ ഏലിയൻസ്, ആ ഏലിയന് ആ ഋഷിവര്യന്മാർക്ക് എത്ര പേരുടെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, എത്ര എഴുതി വെച്ചിട്ടുണ്ടോ അത്രയും ഉണ്ട്. സാർ, ഏലിയൻസിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് സാർ ഇതിനു മുമ്പ് ഒരു ഇന്റർവ്യൂ പറയുകയുണ്ടായല്ലോ, അഗസ്ത്യമുനി പറഞ്ഞിട്ടില്ല, അങ്ങനെ ഒരു കേൾവി കേട്ടിട്ടുണ്ട് അഗസ്ത്യമുനിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. അഗസ്ത്യമുനി എന്നല്ല, അമാനുഷികമായി പ്രവർത്തിക്കുന്ന ആരിലൂടെയും ഏലിയൻസാണ് പ്രവർത്തിക്കുന്നത്. ഈ ഏലിയൻസ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ദേവന്മാർ അല്ലെങ്കിൽ ദേവിമാർ എന്ന് നമുക്ക് പറയാം, മറ്റേ അദൃശ്യ ശക്തികൾ. അതിനെ ഈ ആധുനിക കാലത്ത് എനിക്ക് ദൈവം കാണിച്ചെന്ന് വെച്ചിട്ട് ഏലിയൻസ് എന്ന് നമ്മൾ പറയുന്നേ ഉള്ളൂ. മറ്റ് ഗ്രഹങ്ങളിലൂടെയും മറ്റ് ഗാലക്സികൾ സഞ്ചരിക്കാനും കഴിവുള്ള മറ്റ് ഡയമെൻഷനിലുള്ള മറ്റ് ദൈവത്തിൻ്റെ സൃഷ്ടികളാണ് അതൊക്കെ. അപ്പോൾ അവരൊക്കെയാണ് നമ്മളെ 3 ഡയമെൻഷനുള്ള നമ്മളുടെ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യണതല്ല, നമ്മളെക്കാട്ടിലും മുകളിലത്തെ ഡയമെൻഷനുള്ള അവരാണ് പ്ലാൻ ചെയ്യണത്. അവരാണ് ചില വ്യക്തികളിലൂടെ ഈ നമ്മളെ മനുഷ്യരുടെ പല പല കാര്യങ്ങളും പല അത്ഭുതങ്ങളും ഒക്കെ ചെയ്യണത്. അപ്പോൾ നമ്മുടെ ഈ സമൂഹത്തിൽ കുറച്ച് എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള എല്ലാ ആൾക്കാരും ഏലിയൻ്റെ നിയന്ത്രണത്തിലാണ്. അവരൊക്കെ ഏലിയൻസ് ആണ് അവരിലൂടെ പ്രവർത്തിക്കുന്നത്. അപ്പോൾ എലോൺ മസ്ക് ഒക്കെ അങ്ങനെ ഉണ്ടോ? ഒരുപാട് പേരുണ്ട്. നമുക്ക് അമാനുഷികമായി നമുക്ക് മനുഷ്യനെക്കാട്ടിലും എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് ആരെ തോന്നുന്നു അവരിലൊക്കെ ഇതുണ്ട്. ഉണ്ട്, തീർച്ചയായിട്ടും. അതുകൊണ്ട് ചില വ്യക്തികളിലൂടെയൊക്കെ അത്ഭുതങ്ങൾ നടക്കുന്നു. ഇപ്പം അഗസ്ത്യമുനിയാണ് തോന്നുന്നു ആയുർവേദം. അതെ, ആയുർവേദം. ഇതൊക്കെ ഏലിയൻസ് പറഞ്ഞു കൊടുക്കണതാണത്. അല്ലാതെ ചെടിയിലുള്ള കാര്യമൊക്കെ മനുഷ്യനെ എങ്ങനെ പിടികിട്ടും? അങ്ങനെയൊന്നും മനുഷ്യനെ പിടികിട്ടാൻ പറ്റൂലല്ലോ. ഇപ്പോൾ ഒന്നും വേണ്ട, ഈ ഗണപതിയാണ് നമ്മളെ വ്യാസന് പറഞ്ഞു കൊടുത്ത കഥ, മറ്റേ മഹാഭാരതമോ രാമായണോ, ഇതൊക്കെ അദൃശ്യ ശക്തികൾ വന്ന് പറഞ്ഞു കൊടുത്ത് എഴുതണമെന്നാണ്.
അല്ലാതെ ഒരു മനുഷ്യനങ്ങ് ഇരുന്ന് ഭാവനയാലിരുന്ന് ഇത്ര വലിയ സാധനമൊന്നും അങ്ങനെ പെട്ടെന്ന് അങ്ങനെ എഴുതുക. ഇതൊക്കെ മറ്റ് ബാഹ്യശക്തികളുടെ അവർക്ക് ആ ഇൻഫർമേഷൻ കിട്ടും. ഇപ്പോൾ എനിക്കും കിട്ടും, നിങ്ങൾക്കും കിട്ടും. എൻ്റെ അടുത്ത് എത്രയോ പ്രാവശ്യം എത്രയോ അദൃശക്തികൾ എൻ്റെ അടുത്ത് ഇടപെട്ടിട്ടുണ്ട്. നമ്മൾ ആ ഒരു തലത്തിൽ നമ്മൾ ആത്മാവിനെ ബൂസ്റ്റ് ചെയ്ത് പറഞ്ഞുതരാം. നമ്മൾ ആത്മാവിനെ ബൂസ്റ്റ് ചെയ്ത് നമ്മൾ ആ ഒരു തലത്തിൽ ഇരുന്ന് നമ്മൾ ആത്മാവുമായി ഇവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഇപ്പോഴും ആത്മാവിനെ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് മരിച്ച ആത്മാക്കളെ അലഞ്ഞിരിഞ്ഞ ആത്മാക്കളായിട്ട് സംസാരിക്കുന്നവർ എത്ര പേരില്ലേ? അതേപോലെ മറ്റ് അദൃശക്തികളായിട്ട് നമ്മൾ ആത്മാവിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ആത്മാവിന് ആ ഒരു കഴിവുണ്ട്. മറ്റേ ഡയമെൻഷൻ സഞ്ചരിക്കാനുള്ള കഴിവ് നമ്മൾ ആത്മാവിനുണ്ട്. ഇപ്പോൾ 4th ഡയമെൻഷനിൽ പോകാൻ സഞ്ചരിക്കാനുള്ള കഴിവുള്ള ആത്മാക്കൾക്ക് 4th ഡയമെൻഷനിലുള്ള അദൃശക്തിയിലേക്കിട്ടൊക്കെ എല്ലാ ബന്ധം ഉണ്ടാക്കാം. കുറച്ചും കൂടെ പവർഫുൾ ആത്മാവാണെങ്കിൽ 5th ഡയമെൻഷനിൽ പോകാൻ പറ്റും. അങ്ങനെയൊക്കെയാണ് ഈ അമാനുഷ്യ കാര്യങ്ങളെല്ലാം നടന്നേക്കുന്നത്. അല്ല മനുഷ്യരും മനുഷ്യൻ്റെ ബുദ്ധിയൊന്നുമല്ല. ഈ അനുഭവം ഉണ്ടാക്കുന്നത് ഇതെല്ലാം ഈ അവരുടെ ഇൻഫർമേഷൻസ് അവരുടെ സ്വാധീനത്താലും മനുഷ്യനിൽ ഇതൊക്കെ ഉണ്ടാക്കാൻ പറ്റണത്. അല്ല സയൻസ് എന്ന് പറഞ്ഞാൽ മനുഷ്യൻ ഉണ്ടാക്കിയെടുക്കുന്ന സാധനമല്ല ഇത്. മറ്റേ ബാഹ്യശക്തികളുടെ പ്രേരണയാൽ ഇൻഫർമേഷനിലാൽ കിട്ടുന്ന കാഴ്ചപ്പാടിലൂടെയാണ് മനുഷ്യൻ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. കാരണം അവരാണല്ലോ നമ്മളെയൊക്കെ നിയന്ത്രിക്കും. ഇന്ന് രാത്രി കിടന്ന് നാളെ നേരം വിളിക്കുമ്പോൾ എഴുതിക്കണമെന്ന് തീരുമാനിക്കുന്നത് അവരാണ്, നമ്മളല്ല. നമ്മൾ ഉറങ്ങിക്കഴിഞ്ഞാൽ തീർന്നു. നമ്മളൊരു സ്വപ്നം കാണുന്നു, നല്ല സ്വപ്നം, ഉണർന്നില്ലെങ്കിൽ മരിച്ചു. ഇപ്പോൾ സയൻസിൻ്റെ എല്ലാ കണ്ടുപിടുത്തങ്ങളെയും അങ്ങ് ഏലിയൻസിൻ്റെ മുണ്ടേ കൊണ്ട് വെച്ച് ഏലിയൻസ് എന്ന് പറയുന്നത് നമ്മളെയൊക്കെ നിയന്ത്രിക്കുന്ന ഈ അദൃശ്യ ശക്തികൾ. നമ്മളെ ശരീരത്തിലും സ്വാധീനമുണ്ട്, പുറമേ സ്വാധീനമുണ്ട്. ഇവരിലൂടെയാണ് സയന്റിഫിക്കലി കണ്ടുപിടിക്കപ്പെട്ടുള്ള എല്ലാ നല്ല കാര്യങ്ങളുടെയും കർത്തൃത്വം ഏലിയൻസിന്റെ മണ്ഡലം കൊണ്ട് വെച്ചു. ഈ ഏലിയൻസ് നമ്മളിപ്പോൾ പറയണെന്ന് നമ്മളെയൊക്കെ നിയന്ത്രിക്കുന്ന അദൃശ്യ ശക്തികൾ. ഓക്കെ, പ്രപഞ്ചം എന്ന് പറയാം. പ്രപഞ്ചത്തിൽ ഇതൊക്കെ ഉണ്ട്, കോടാനുകോടി ശക്തികളുണ്ട്. ഇവരൊക്കെ കൂടിയാണ് നമ്മളെ നിയന്ത്രിച്ച് നമ്മളെ ഇൻഫർമേഷൻ തന്ന് നമ്മളെ നിമിത്തങ്ങളൊക്കെ പ്ലാൻ ചെയ്ത്. ഇപ്പം നമ്മളിപ്പോൾ ഒരു നല്ലൊരു കാര്യം ചെയ്തു, നമ്മളിപ്പോൾ ഒരു 10 പേർക്ക് ആഹാരം കൊടുത്തു, അവർ നന്ദി സാർ എന്ന് പറയുമ്പോൾ നമുക്ക് അതിനൊരു ഗുണം തരണ്ടേ തിരിച്ച്. അപ്പം മറ്റു അദൃശക്തികൾ അതിന് നിമിത്തം ഉണ്ടാക്കി വേറെ വശത്തോട്ട് ഗുണം തരും. അപ്പോൾ എവരാണ് ഈ സാഹചര്യങ്ങളും നിമിത്തങ്ങളൊക്കെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിമിത്തത്തെക്കുറിച്ച് പറഞ്ഞപ്പോഴാണോ ഒരു കാര്യം ചോദിക്കാമെന്ന് വിചാരിച്ചത്. നമ്മുടെ ഈ ഹസ്തരേഖ ഉണ്ടല്ലോ, കൈരേഖ, നമ്മൾ നേരത്തെ പറഞ്ഞ ഹസ്തരേഖയുടെ തമ്പ് ഇംപ്രഷൻ്റെ അപ്പം ഞാൻ അത് ക്ലിയർ ചെയ്യാം. അപ്പം ആ ഇംപ്രഷന് ഉള്ള വ്യക്തിയുടേത് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, പറഞ്ഞാൽ കറക്റ്റ് ആയിരിക്കും. പക്ഷെ ഭൂമിയിൽ ആ ഇംപ്രഷനിലുള്ള ആൾ ഒരു സമയത്ത് ഒന്നേ കാണൂ. ഇപ്പോൾ താങ്കളുടെ ഇംപ്രഷനിലുള്ള ഓല എടുത്താൽ അതിലുള്ള ലക്ഷണമെല്ലാം പറഞ്ഞു തിരിച്ചുകൊണ്ട് വെച്ചു. താങ്കൾ ഒരു 75 വയസ്സായി മരിച്ചുപോയി. താങ്കൾ മരിച്ചതിന് ശേഷം ഇതേ ഇംപ്രഷനിൽ ഭൂമിയിൽ വേറൊരാൾ ജനിക്കും. അയാൾ നാളെ സമയത്ത് ഈ അതേ ഇംപ്രഷൻ കൊണ്ട് നിർത്താൽ താങ്കൾക്കെടുത്ത അതേ ഓലയായിരിക്കും അയാൾക്ക് കൊടുക്കുന്നത്. അച്ഛൻ്റെ അമ്മയുടെ പേരൊക്കെ ഏതാണ്ട് സെയിം ആയിരിക്കും, പക്ഷെ പൂർണ്ണമായിട്ട് സെയിം അല്ല. അപ്പം നിങ്ങളുടെ അച്ഛൻ്റെ പേര് സൂര്യനായിട്ട് ബന്ധമുള്ളതല്ലേ, ചന്ദ്രനായിട്ട് ബന്ധം, അങ്ങനെ പറയാൻ പറ്റുള്ളൂ. അതേ ബന്ധത്തിലുള്ള ഒരു കുടുംബത്തിൽ ഈ അദൃശ്യ ശക്തികൾ താങ്കളുടെ ആത്മാവിനെ കൊണ്ട്, അല്ലെങ്കിൽ ഏതാണോ അടുത്ത ആത്മാവ് ഈ ഇംപ്രഷനിൽ വരുന്ന ആത്മാവിനെ അതേ വ്യക്തിയെ കൊണ്ട് ജനിപ്പിക്കും. അയാൾ എന്തെങ്കിലും ഇവിടെ നോക്കി ഇപ്പൊ എന്റെ അവിടെ കാണും. ഇത് തമ്പ് ഇംപ്രഷന്റെ കേസിൽ ഇനിയിപ്പോ ഇതിന് കൈരേഖകളെ അടിസ്ഥാനമാക്കി കൈരേഖ മാറുമല്ലോ. നമ്മുടെ ക്യാരക്ടർ നമ്മുടെ വിധി മാറുന്ന അനുസരിച്ച് കൈരേഖകളുടെ വ്യത്യാസം വരും. തീർച്ചയായിട്ടും അതിനകത്ത് വിശ്വസിക്കുന്നുണ്ടല്ലോ. അത് വ്യത്യാസങ്ങൾ വന്നുകൊണ്ടിരിക്കും. ഇതൊന്നും നമ്മളിതിന്റെ പറയാൻ അന്വേഷിക്കാൻ പോകണ്ടെന്ന്. ഇതൊക്കെ നമ്മളെ ശരീരത്തിനകത്ത്, ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ നമ്മളൊരു കാറ് അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടർ, അതിൻ്റെ ഒക്കെ എന്തെല്ലാം സാധനങ്ങൾ ഇരിക്കണം. ഡയോഡ്, ട്രാൻസിസ്റ്റർ, IC, കപ്പാസിറ്റർ, മറ്റത് മറിച്ചത് എന്നൊക്കെ പറഞ്ഞ് ഇഷ്ടംപോലെ ഇതിൻ്റെ ഓരോന്നിൻ്റെയും പ്രവൃത്തികൾ പഠിച്ചിട്ടാണ് നമ്മളുടെ കമ്പ്യൂട്ടർ വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മളെ ശരീരത്തിൻ്റെ ഇങ്ങനെയുള്ള അമാനുഷ്യ ഇതിനെക്കുറിച്ച് നമ്മൾ അന്വേഷിക്കാൻ പോകണ്ടെന്ന്. നമ്മൾ ധർമ്മം പാലിച്ച് പോയാൽ കൈരേഖ കറക്റ്റ് ആയിക്കോളും, ഏട് കറക്റ്റ് ആയിക്കോളും, നമ്മളെ ഭാവി എല്ലാം കറക്റ്റ് ആയിക്കോളും. അടുത്തതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരാൾ മോശമായ ഒരു ഫലമാണ് നമുക്ക് പറഞ്ഞെന്ന് വിചാരിച്ചു. ഉദാഹരണമായിട്ട് നിങ്ങൾ ഇത് നോക്കിയിട്ട് പറയുകയാണ് നിങ്ങൾക്ക് ഭാഗ്യമേ ഇല്ല, ഇത് നിങ്ങൾ അതിനെ തിരിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത്. അതായത് നമ്മളിപ്പോൾ കഴിഞ്ഞ മുൻ ജന്മങ്ങളിലൂടെ നമ്മൾ എന്തൊക്കെ പഠിച്ചു, എന്തൊക്കെ തെറ്റി, എന്തൊക്കെ കർമ്മം തെറ്റി, അപ്പോഴത്തേക്കും വയസ്സായി മരിച്ചു, അല്ലെങ്കിൽ ദുർമരണപ്പെട്ടു പോയി. അപ്പം ആ തെറ്റിയതൊക്കെ പഠിക്കാനായിട്ട് വീണ്ടും അടുത്ത ജന്മം എടുത്ത് വരും. വരുമ്പം കഴിഞ്ഞ ജന്മത്തിൽ പഠിച്ച തെറ്റിൻ്റെയൊക്കെ ഫലമായിട്ടാണ് അടുത്ത ജന്മത്തിൽ വരുന്നത്. അപ്പം അതിൻ്റെ കർമ്മ ഇവിടെ ബാലൻസ് ചെയ്യാനുണ്ട്. ഇതുകൊണ്ടാണ് ജനിക്കുമ്പോഴേ പ്രശ്നങ്ങൾ വിഷയങ്ങൾ കാരണം കഴിഞ്ഞത് ബാലൻസ് ചെയ്യണതാണ്. അപ്പം നമ്മൾ കൊണ്ടുവന്ന് ജ്യോതിഷവും ഒക്കെ നോക്കുമ്പോൾ ഈ കഴിഞ്ഞ ജന്മത്തിൽ എന്തൊക്കെ കുറവുകൾ കൊണ്ടാണ് ഈ വ്യക്തി മരിച്ചത്, എന്തൊക്കെ ഗുണങ്ങൾ കൊണ്ടാണ് ഈ വ്യക്തി മരിച്ചത്, ആ വ്യക്തി അടുത്ത ജനിക്കുമ്പോൾ ഇന്ന കുറവുകളും ഗുണങ്ങളും കൊണ്ടായിരിക്കും ജനനം തുടങ്ങുന്നത്. അതാണ് നമ്മൾ ജനിക്കുന്ന സമയം കൊണ്ട് കാണിക്കുമ്പോൾ നമുക്ക് ഇന്ന ഗുണങ്ങൾ ഇന്ന ദോഷങ്ങൾ കിടക്കണത്. അപ്പം നമുക്ക് മനസ്സിലായി നമുക്ക് ഈ ഗുണം മാറ്റണ്ട.
കഴിഞ്ഞ ജന്മത്തിലെ ഗുണത്തിന്റെ ഫലമായിട്ട് നമുക്ക് കിട്ടുന്ന നന്മയാണ് അടുത്ത ജന്മത്തിൽ വരുന്ന ഗുണങ്ങൾ. പക്ഷേ കഴിഞ്ഞ ജന്മത്തിൽ പറ്റിയ അറിവില്ലായ്മയോ മണ്ടത്തരോ കൊണ്ട് പറ്റിയതിൻ്റെ ഫലമാണ് അടുത്ത ജന്മത്തിൽ നമുക്ക് ഇന്ന ദോഷം എഴുതിയേക്കുന്നത്. ഇതത്രയും നമുക്ക് അനുഭവിച്ചാൽ കഴിഞ്ഞതിൻ്റെ തീർന്നു. പക്ഷേ എന്തുകൊണ്ട് കഴിഞ്ഞതിൽ തെറ്റി? അറിവില്ലായ്മ കൊണ്ടല്ലേ തെറ്റിയത്. എവിടെയൊക്കെയോ നമ്മളുടെ അബദ്ധങ്ങളും നമ്മളെ തെറ്റിദ്ധാരണകളും കൊണ്ടാണ് കഴിഞ്ഞ ജന്മത്തിൽ മണ്ടത്തരത്തിൽ പറ്റിപ്പോയത്. ഇത് തിരിച്ചറിഞ്ഞിട്ട് ഈ ജന്മത്തിൽ നമ്മൾ പശ്ചാത്തപിക്കുകയോ അല്ലെങ്കിൽ നമ്മൾ തിരുത്തി ജീവിച്ച് കാണിക്കുകയോ ചെയ്താൽ വിധി മാറും. അതാണ് ചോദ്യം. പക്ഷെ ഇത് അയ്യോ എനിക്ക് ഇതേപോലെ സംഭവിക്കും, ജാതകത്തിൽ അങ്ങനെയാണ് പറഞ്ഞേക്കുന്നത് എന്ന് പറഞ്ഞ് പോയാൽ അങ്ങനെ തന്നെ സംഭവിക്കും. അപ്പൊ നമ്മൾ ചിന്തിക്കണം, ജാതകത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, എനിക്കത് സംഭവിക്കരുത്, എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞിരിക്കുന്നു. അപ്പം നോക്കണം, കുടുംബം, ഭാര്യ വിരഹം, ദാമ്പത്യം ഇല്ല. അപ്പം നമ്മൾ മനസ്സിലാണ് കഴിഞ്ഞ ജന്മത്തിൽ ദാമ്പത്യ ജീവിതത്തിൽ എന്തോ പ്രശ്നം പറ്റി. അപ്പം നമ്മുടെ അടിസ്ഥാന ക്യാരക്ടറിനെ കുറിച്ചുള്ള അറിവ് സമ്പാദിക്കണം. എവിടെയാണ് എൻ്റെ ദാമ്പത്യമായിട്ട് ബന്ധപ്പെട്ട് അപ്പം ഞാൻ ഭയങ്കര വയലൻ്റ്, ഞാൻ പറയണ ശരി അനുസരിച്ചേ പറ്റൂ ആരായാലും, ഇല്ലെങ്കിൽ ഞാൻ വയലൻ്റ്, ഇങ്ങനെയുള്ള സ്വഭാവം എനിക്കുണ്ടെങ്കിൽ മനസ്സിലായിക്കൊള്ളണം, ഈ സ്വഭാവം വെച്ച് കഴിഞ്ഞ ജന്മത്തെ ഭരിച്ചത് കൊണ്ടാണ് ഇപ്പോഴേ ആ സ്വഭാവത്തിൽ ജനിച്ചിരിക്കുന്നത്. അപ്പം അത് തിരിച്ചറിഞ്ഞിട്ട് നമ്മൾ തന്നെ ശാന്തനായി പ്രാക്ടീസ് ചെയ്യുക. അതുപോലെ ഈ ചൊവ്വാദോഷവുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നമുണ്ടല്ലോ, അതായത് പല സ്ഥലത്തും ഇതൊക്കെ ഇതിന് ബന്ധപ്പെട്ട് കഴിഞ്ഞ ജന്മത്തിൽ നമ്മൾ ചെയ്തതിന്റെ കർമ്മത്തിന്റെ ഫലം അനുഭവിപ്പിച്ച് തീർക്കാൻ വേണ്ടിയിട്ട് ഓരോ ദേവന്മാരെയാണ് ഡ്യൂട്ടി ഏൽപ്പിച്ചത്, ഓരോ അദൃശക്തികളെ ഡ്യൂട്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. ഇപ്പം ഇന്ന തെറ്റിന്റെ പ്രായശ്ചിത്തമായിട്ട് ഇന്ന ശിക്ഷ നിനക്ക്, ഇന്ന ഗുണം നീ കൊടുത്തോ എന്നും പറഞ്ഞ് ഈ ഒരു അദൃശ്യ ശക്തിക്ക് ഡ്യൂട്ടി കൊടുക്കും. ഈ അദൃശ്യ ശക്തികളുടെ അവരുടെ വീടാണ് ഈ ചൊവ്വാഗ്രഹവും ഈ ചന്ദ്രനൊക്കെ ഓരോ അദൃശക്തികളുടെ കേന്ദ്രഭാവങ്ങളാണ്, കേന്ദ്ര സ്ഥലങ്ങളാണ്. അവർക്ക് നമ്മളോട്ട് സ്വാധീനമുണ്ട്. അവരാണ് അവിടെ ഇരുന്നും കൊണ്ടാണ് നമ്മളിലുള്ള ചന്ദ്രനെ നമ്മളിലുള്ള ചന്ദ്രനുണ്ട്, നമ്മളിൽ സൂര്യനുണ്ട്, എല്ലാം നമ്മളിലും ഉണ്ട്. അതിൻ്റെ ആ എനർജി, ഈ എനർജിയുടെ ശക്തി കേന്ദ്രം അവിടെ ഇരിക്കുന്നത്, അവിടെ ഇരുന്നും കൊണ്ടാണ് നമ്മളിലുള്ളതിനെ നിയന്ത്രിക്കുന്നത്. അപ്പം നമ്മൾ മര്യാദയ്ക്ക് ഇത് അനുസരിച്ച് നമ്മളുടെ ജീവിതവും ക്രമപ്പെടുത്തി അറിവ് സമ്പാദിച്ച് നമ്മൾ നേരായ മാർഗത്തിലേക്ക് മാറിയാൽ ചന്ദ്രൻ നമുക്ക് വെച്ചിരിക്കുന്ന ദോഷം മാറ്റിത്തരും. ശനി ചില ഡ്യൂട്ടി കൊടുത്തിട്ടുണ്ട്, ഇന്ന കാര്യങ്ങൾ ഇന്ന സമയത്ത്. അതിനാണ് ഓരോ ഗ്രഹനിലയിലെ ഓരോ ഗ്രഹത്തിനും ഓരോ ഭാഗത്തിനും ഓരോ മേഖലകളുണ്ട്. കർമ്മമുണ്ട്, നമ്മളെ സാമ്പത്തികം, എല്ലാം മേഖലകളുണ്ട്. വിവാഹം, സുഹൃത്ത്, നമ്മളെ സന്താനം, സഹോദരങ്ങൾ. അപ്പം ഈ മേഖലയിൽ നീ ഏറ്റെടുത്ത് നീ വേണം ആ മേഖലയിൽ അവനെ ഗുണവും ദോഷവും ചെയ്യാനെന്ന് ശനി ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ മനസ്സിലാക്കണം. ശനി നമുക്ക് ദോഷകരമായി നിൽപ്പുണ്ട്. അപ്പം നമ്മൾ ആ ശനിയെ മനസ്സിലാക്കിയിട്ട് അവിടെ എവിടെയൊക്കെയാണ് എന്നിൽ ആ ശനിക്ക് ഇഷ്ടമില്ലാത്ത സ്വഭാവം കിടക്കുന്നത്, അല്ലെങ്കിൽ എവിടെയൊക്കെയാണ് എൻ്റെ കർമ്മത്തിൽ ഞാനിനി ശരിയാവാനുള്ളതെന്ന് അവൻ്റെ മതങ്ങളിലൂടെ അവൻ പഠിക്കട്ടെ. ബൈബിൾ വായിച്ചാൽ ക്രിസ്ത്യാനിക്ക് പിടികിട്ടും, ഈ കൃഷ്ണൻ്റെ ഉപദേശം വായിച്ചാൽ നമുക്ക് അതിൽ നമ്മളെ പാട്ടുള്ളത്രയും പിടികിട്ടും. എന്നിട്ട് മാറ്റി കാണിക്കുക, ശനി നമുക്ക് അത് വെച്ചിരിക്കുന്ന ദോഷം ചെയ്യൂല. അങ്ങനെയാണ്. ഇത് അതേപോലെ നടക്കട്ടെ എന്ന് പറഞ്ഞു പോയി അതുപോലെ നടക്കും. കൃത്യമായിട്ട് നമ്മുടെ മനസ്സങ്ങനെയാണല്ലോ. കാരണം ആ ഡ്യൂട്ടി ചെയ്യാൻ ഇരിക്കുന്ന ആള് കമ്പം വെച്ച് നിൽക്കുകയല്ലേ, അടി തരാൻ നിൽക്കുകയാണ്. ഗുണം തരാനെന്ന് ഇപ്പോൾ ഉണ്ട്, പക്ഷെ ഗുണം മാറ്റണ്ട. ദോഷം നമുക്ക് നമ്മുടെ പ്രവൃത്തിയിൽ നമ്മുടെ മൈൻഡ് സെറ്റ് മാറ്റി നമ്മളെ ജീവിത ശൈലി രീതി മാറ്റിയ അവിടെ അത് മാറും. ഇതാണ് എൻ്റെ യൂട്യൂബിലൂടെയൊക്കെ പറഞ്ഞു കൊടുക്കണം എങ്ങനെയാണ്. പക്ഷെ നമ്മളെ ഫാൾട്ട് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും, നമ്മുടെ കുഴപ്പം എന്താണെന്ന് എങ്ങനെ അറിയാൻ പറ്റും, കഴിഞ്ഞ ജന്മത്തിൽ എവിടെയാണ് നമ്മുടെ പാകപ്പഴ എങ്ങനെ തിരിച്ചറിയാൻ പറ്റും. അതിനാണ് നമ്മുടെ ഉള്ളിലൂടെ നമ്മൾ ആത്മാവുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ആത്മാവ് സ്വപ്നത്തിലൂടെയും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ദർശനത്തിലൂടെയും നമ്മുടെ കുറവുകളും നമ്മുടെ അബദ്ധങ്ങളും നമുക്ക് തന്നെ കാണിച്ചു തരും. അത് കണ്ടെടുത്ത് അങ്ങനെ എൻ്റെ മെസ്സേജുകൾ, എൻ്റെ യൂട്യൂബിലെ മെസ്സേജുകൾ വായിച്ചു നോക്ക്. ഓരോരുത്തർക്കും കാഴ്ചകൾ കാണുന്നു, അവർ തിരുത്തുന്നു, അവർ റെഡിയാകുന്നു, അവരുടെ സമയം മാറുന്നു, കഷ്ടങ്ങൾ മാറുന്നു. ഇതാണ് എൻ്റെ വഴി. പ്രത്യേക തരത്തിലുള്ള എന്തെങ്കിലും പ്രാർത്ഥനാ രീതി അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. ആദ്യം നമ്മുടെ ബേസിക് കർമ്മങ്ങൾ ക്ലിയർ ചെയ്യുക. ബേസിക് കർമാസ് ക്ലിയർ ചെയ്ത് മറ്റുള്ളവരുടെ പ്രാക്കൊന്നും വാങ്ങിക്കാതെ ബുദ്ധിപരമായിട്ട് ഡീൽ ചെയ്ത് ഭാര്യ, ഭർത്താവ്, കുടുംബം, നമ്മളെ ഓരോ കർമ്മങ്ങൾ വെച്ചിട്ടുണ്ട്. അവിടെ സത്യസന്ധത, നീതി, ന്യായം ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ആത്മാവ് പവർഫുള്ളായി തുടങ്ങും. അപ്പോൾ തന്നെ കാണുന്ന സ്വപ്നങ്ങളും കാര്യങ്ങളും നല്ല ഓർമ്മയിൽ നിൽക്കാൻ തുടങ്ങും. കാരണം അത്രയും പവർ ആവുമ്പോൾ ഓർമ്മയിൽ വന്നാലല്ലേ നമുക്കതിനെ ഡീകോഡ് ചെയ്തിട്ട് നമ്മുടെ തെറ്റ് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഇത് ഓർമ്മയില്ലെങ്കിൽ എങ്ങനെ ഡീകോഡ് രാവിലെ മറന്നുപോയി, തീർന്നു. അപ്പം അത്ര പോലും നമ്മൾ ആത്മാവിന് ബലം ഇല്ലാത്തതുകൊണ്ടാണ് മറന്നു പോണത്. അപ്പം ആത്മാവിനെ ബേസിക് ബലം ആക്കണമെങ്കിൽ ബേസിക്കായിട്ട് തെറ്റിക്കിടക്കുന്ന കാര്യങ്ങൾ നമ്മൾ ഗ്രന്ഥങ്ങളിലൂടെ തിരിച്ചറിയുക. എവിടെ ധർമ്മം തെറ്റി, എവിടെ ന്യായം വരുന്നില്ല, അത് തിരുത്തുമ്പോൾ തന്നെ ഈ കമ്മ്യൂണിക്കേഷൻ കിട്ടുന്ന ലെവലിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു. പിന്നെ ചോദിച്ചെടുത്താൽ മതി. 2 ദിവസം ചോദിക്കും, 3-ാം ദിവസമെങ്കിലും കിട്ടിയിരിക്കും, ചിലപ്പോൾ അന്ന് തന്നെ കിട്ടും ഉത്തരം. അതിൽ നിന്ന് നമ്മളെ ഫാൾട്ട് കണ്ടുപിടിക്കുക, ജീവിതം മാറ്റി കാണിക്കുക.